ഇന്നലെ ഒരു സുഹൃത്ത് മിസ്റ്റർ ശ്രീജിത്ത് KS ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഡ്രൈവേഴ്സ് നമ്മളൊരു ക്രോസ് ഓവറിൽ കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പീഡൻസ് കുറയുമോ? ഇമ്പീഡൻസ് കുറഞ്ഞാലുള്ള പ്രശ്നമെല്ലാം നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 8 ഓം ഇമ്പീഡൻസ് ഉള്ള ഒരു ആംപ്ലിഫയർ, 8 ഓം റേറ്റഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിന് നമ്മൾ 4 ഓം കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ 2 ഓം കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ സ്പീക്കേഴ്സ് നമ്മൾ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ, റെസിസ്റ്റർ പാരൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇമ്പീഡൻസും കുറയും. ഫോർ എക്സാമ്പിൾ ഇതൊരു 4 ഓം സ്പീക്കറും ഇതൊരു 4 ഓം ട്വീറ്ററും ആണെങ്കിൽ ഇത് നമ്മൾ പാരൽ ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇമ്പീഡൻസ് 4 ഓമിൽ നിന്ന് 2 ഓമായി കുറയും. പക്ഷേ നമ്മൾ ക്രോസ് ഓവർ വഴി കൊടുക്കുമ്പോൾ, ഒരു പാരൽ ക്രോസ് ഓവർ ആണെങ്കിൽ പോലും ക്രോസ് ഓവർ വഴി കൊടുക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഇമ്പീഡൻസ്, ഇതിൻ്റെ ഇമ്പീഡൻസ് ഇതുപോലെ കുറയുമോ, അതുകൊണ്ട് ആംപ്ലിഫയേഴ്സിന് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ്, അതായത് 2 വേ അല്ലെങ്കിൽ 3 വേ, ഇതിപ്പോൾ ഞാൻ ഇത് എളുപ്പം മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ തന്നെ 3 വേയും 4 വേയും ഒക്കെ സെയിം ടൈപ്പാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പിഡൻസ് കുറയോ കൂടുമോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് XIM എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. XIM എന്നുള്ളത് ക്രോസ് ഓവർ ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ സിമുലേഷൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇമ്പിഡൻസ് കർവും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് 2 ഡ്രൈവേഴ്സ് വേണം. 2 ഡ്രൈവേഴ്സിൻ്റെ പാരൽ കണക്ഷനിലുണ്ടാകുന്ന ഇമ്പിഡൻസ് ഡിഫറൻസ്, അതായത് ക്രോസ് ഓവറിൽ കൂടിയുള്ളതും ക്രോസ് ഓവറിൽ അല്ലാത്തയും പാരൽ കണക്ഷനിലുള്ള എന്ത് ഡിഫറൻസാണ് വരുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഡ്രൈവർ സെലക്ട് ചെയ്തു, ഒന്നൊരു വൂഫറും ഒന്നൊരു ട്വീറ്ററും ആണ്. അപ്പോൾ നമ്മൾ ഈ ട്വീറ്ററിൻ്റെ മുകളിലുള്ളത് നമുക്ക് ട്വീറ്ററായിട്ട് എടുക്കാം. ആ ട്വീറ്ററിൻ്റെയിലേക്ക് നമ്മൾ ട്വീറ്ററിൻ്റെ ഇമ്പിഡൻസ് കർവ് കയറ്റുകയാണ്. അതിൻ്റെ ആക്ച്വലി ആ ഡ്രൈവറിൻ്റെ, ആ സ്പീക്കറിൻ്റെ ഇമ്പിഡൻസ് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെഷർ ചെയ്ത ഇമ്പിഡൻസ് ഞാൻ ഇതിലേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം റെഡ് ടവർ ട്വീറ്റർ, ആ ട്വീറ്ററിൻ്റെ ഞാൻ അതിൽ കയറ്റി റെഡ് ടവർ ട്വീറ്റർ ZMA എന്നുള്ള എക്സ്റ്റൻഷനിലാണ് നമ്മുടെ ഇമ്പിഡൻസ് കർവ് വരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ വൂഫറിൻ്റെ ഇമ്പിഡൻസ് കർവ് നമ്മൾ കയറ്റാൻ പോകുന്നു, റെഡ് ടവർ വൂഫർ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് കയറ്റി. അപ്പോൾ നമുക്ക് ഇതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇമ്പിഡൻസ് കർവ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വൂഫർ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വൂഫറിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വലിച്ച് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷനായി. പക്ഷേ അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ സിഗ്നലോട്, അപ്പോൾ ഇതും തമ്മിലൊരു കണക്ഷനായെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇമ്പിഡൻസ് കർവ് കാണാം. ഇതിൽ ആഡ് ഗ്രാഫ്, അതിൽ ഇമ്പിഡൻസ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും, ഈ ഒരു കർവ് വരും. അപ്പോൾ ഇതാണ് ഇമ്പിഡൻസ് കർവ്. ആ സ്പീക്കറിൻ്റെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വൂഫറിൻ്റെ ഇമ്പിഡൻസ് കർവാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇമ്പിഡൻസ് 4 ഓം ആണെങ്കിലും നമ്മുടെ കർവ്, നമ്മുടെ ആ വൂഫറിൻ്റെ എല്ലാ ഫ്രീക്വൻസിയിലും 4 ഓം ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 20 ഹേർട്സിൽ എടുക്കുകയാണെങ്കിൽ 20 ഹേർട്സുള്ള സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് വരുന്നത് 6 ഓം ആണ്. അതുപോലെ തന്നെ 100 ഹേർട്സ് വരുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് വരുന്നത് 4.99 ഓം ആണ്. നമ്മൾ ഒരു 400 ഹേർട്സ് വരുമ്പോൾ അതിന് 4 ഓം ആണ് വരുന്നത്. അതുപോലെ അത് പിന്നെ കൂടി മുകളിലേക്ക്, ഫ്രീക്വൻസി കൂടുന്തോറും കൂടി മുകളിലേക്ക് പോകുന്നു. ഒരു 10,000 ഹെർട്സ് ഒക്കെ എത്തുമ്പോൾ 14 ഓം ആയിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് 4 ഓം എന്ന് പറഞ്ഞ് കിട്ടുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, ആ ഒരു സ്പീക്കർ ഉണ്ടല്ലോ, ആ സ്പീക്കർ 6 ഓമായിട്ടും 12 ഓമായിട്ടും 25 ഓമായിട്ടും എല്ലാം ഓരോരോ ഫ്രീക്വൻസിയിലും അത് ഓരോ ഓംസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇമ്പിഡൻസ് റേഞ്ച് വരുന്നത് 4 ഓമിലാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു 4 ഓം ഡ്രൈവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ട്വീറ്ററിൻ്റെ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ട്വീറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഈ 2 ഗ്രൗണ്ടിലേക്കുള്ള കണക്ഷൻ വരും. അപ്പോൾ നമ്മൾ ആ ട്വീറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ട്വീറ്ററിൻ്റെ ഇമ്പിഡൻസ് കർവ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വൂഫറിൻ്റെ കണ്ട പോലെ തന്നെ ഒരു കർവ് വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു എന്താ പറയുക, ഒരു മുനപ്പ് ഇവിടെ കാണുന്നില്ല, നമുക്ക് ഒരു ഒരു പീക്ക് ഇവിടെ കാണുന്നില്ല. ഇതിലും നമുക്ക് കാണാം ഇതൊരു 4 ഓമിൻ്റെ ട്വീറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് 4 ഓംസ് ആണ്. 4 ഓംസ് കണ്ടോ, ഇവിടെ 4 ഓംസിൽ താഴേക്ക് ഇത് പോയിട്ടില്ല, ഈ ലൈൻ പോയിട്ടില്ല. 2 ഓംസിലേക്കൊന്നും ഈ ലൈൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ അതിലും ചെറിയൊരു പീക്ക് നമുക്ക് കാണാം. ആ പീക്ക് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയാണ്, അതായത് 1000 ഹേർട്സിലാണ് ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു പീക്ക് വരുന്നത്. ഇനി നമുക്കിത് ഡയറക്റ്റ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതായത് നമ്മൾ നേരെ 2 സ്പീക്കേഴ്സ്
നമ്മൾ 2 സ്പീക്കേഴ്സ് പാരലായിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ പാരലായിട്ട് കൊടുക്കുമ്പോൾ ഉള്ള സംഭവമാണ് കാണാൻ പോകുന്നത്. പാരലായിട്ട് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഇംപീഡൻസ് പകുതിയായിട്ട് കുറഞ്ഞു, 2 ഓമിലേക്ക് താന്നു. നമ്മൾ നേരത്തെ വൂഫറിനെയും ട്വീറ്ററിനെയും സെപ്പറേറ്റ് കണ്ടപ്പോൾ അതൊക്കെ 4 ഓമിൻ്റെ ആ ലൈനിലായിരുന്നു. ഇപ്പോൾ ആ 4 ഓമിൻ്റെ ലൈൻ നേരെ താണ് 2 ഓമിലേക്കായി. ഇത് റെസിസ്റ്ററുടെ പോലെയൊക്കെ തന്നെ നമ്മൾ 2 റെസിസ്റ്റൻസ് പാരൽ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് പകുതിയാവുന്ന പോലെ തന്നെ 2 സ്പീക്കേഴ്സ് പാരൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇംപീഡൻസ് പകുതിയാവുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കാണാം 2 ഓമിൽ അത് പകുതിയായിട്ട് കുറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ പലപ്പോഴും പല ആളുകളും കാണുന്നതാണ്, സൗണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പീക്കർ പാരലായിട്ട് 2 വൂഫർ പാരലായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ 2 ട്വീറ്റർ ഡയറക്റ്റായിട്ട് പിരിച്ച് അതിൻ്റെ വയർ പിരിച്ച് പാരലായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപീഡൻസ് പകുതിയായിട്ട് കുറയുകയും അത് ആംപ്ലിഫയറിന് കംപ്ലൈൻറ്റ് ചെയ്യും. ഇംപീഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയറിന് ലോഡ് കൂടും. ആംപ്ലിഫയറിന് ലോഡ് കൂടുമ്പോൾ അത് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇംപീഡൻസ് 4 ഓമിൽ 4 ഓമാണ് ആംപ്ലിഫയറിൻ്റെ റേറ്റിംഗ് എങ്കിൽ 4 ഓമിൽ താഴെയുള്ളത് അതിൽ യൂസ് ചെയ്യരുത്. അതിൽ നമുക്ക് വേണമെങ്കിൽ 8 ഓം യൂസ് ചെയ്യാം, പക്ഷേ അതിന് താഴെയുള്ള സ്പീക്കേഴ്സ് യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി ക്രോസ് ഓവറിലൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനൊരു ക്രോസ് ഓവർ കൊടുക്കുന്നു. ക്രോസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഓർഡർ ക്രോസ് ഓവർ, സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാനൊരു ഫസ്റ്റ് ഓർഡർ ക്രോസ് ഓവറാണ് കൊടുക്കുന്നത്. അതായത് ഒരു ഹൈ ഫ്രീക്വൻസീസ് മാത്രം കടത്തിവിടാൻ വേണ്ടിയിട്ട് ട്വീറ്ററിലേക്ക് ഞാനൊരു കപ്പാസിറ്റർ ഇട്ടു. അപ്പോൾ അവിടുത്തെ ലോ ഫ്രീക്വൻസീസൊക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസീസ് മാത്രം വൂഫറിലേക്ക് കടത്തിവിടാൻ ഞാനൊരു ഇൻഡക്ടർ ഇവിടെ വെച്ചു. അപ്പോൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ക്രോസ് ഓവർ ആയതിൻ്റെ ഇനി നമുക്ക് ഇംപീഡൻസ് കർവ് നോക്കാം. ഇനി നമ്മൾ ഇംപീഡൻസ് കർവ് നോക്കുമ്പോൾ കാണാം ഇത് 4 ഓമിലേക്ക് താഴേക്ക് വരുന്നില്ല, 4 ഓംസിൽ തന്നെ നിൽക്കുകയാണ് 2 ഇംപീഡൻസും. അതായത് ഈ ടോട്ടൽ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഇംപീഡൻസ് പാരലായിട്ടാണെങ്കിലും കൊടുത്തിട്ടെങ്കിലും അതിൽ ആ ക്രോസ് ഓവർ കമ്പോണൻസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇംപീഡൻസ് താഴേക്ക് പോകുന്നില്ല, 2 ഓമിലേക്ക് പോകുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ കാണുന്നത് ആ ഫ്രീക്വൻസീസ്, അതായത് 0 to ഒരു 2000 ഇതിൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടം വരെ 2000 വരെ അത് വൂഫറിലേക്ക് മാത്രമാണ് സിഗ്നൽസ് പോകുന്നത്. അപ്പോൾ ആംപ്ലിഫയർ 2000 വരെയുള്ള ഫ്രീക്വൻസീസിൽ നമ്മുടെ വൂഫറിനെയാണ് കാണുന്നത്, അത് കഴിഞ്ഞിട്ട് അത് ട്വീറ്ററിനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇംപീഡൻസ് നമുക്ക് ഒരു പാരലിങ് വരുന്നില്ല. അവിടെ ആ ക്രോസ് ഓവർ ഫ്രീക്വൻസീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇംപീഡൻസ് പകുതിയാകുന്നില്ല, അല്ലെങ്കിൽ അല്ലാതെ 2 ഓമിലേക്ക് താഴുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 3 വേ ക്രോസ് ഓവറിലും 4 വേ ക്രോസ് ഓവറിലും 5 വേ ക്രോസ് ഓവറിലും എത്ര ഓർഡർ ക്രോസ് ഓവർ ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ഇതേ സംഭവം തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്രോസ് ഓവർ കറക്റ്റായിട്ട് ഡിസൈനിങ് ആണെങ്കിൽ നേരത്തെ ശ്രീജിത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ 8 ഓമിൻ്റെ 3 ഡ്രൈവേഴ്സ്, 8 ഓമിൻ്റെ വൂഫർ, 8 ഓമിൻ്റെ മിഡ് റേഞ്ച്, 8 ഓമിൻ്റെ ട്വീറ്റർ, ഇത് 3ഉം കൂടി നമ്മൾ പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇംപീഡൻസ് കുറയും. 8 ഓമിൻ്റെ ആംപ്ലിഫയർ ആണെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ക്രോസ് ഓവറിൽ കൂടി കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ 8 ഓമിൽ തന്നെ നിൽക്കും, അതിൻ്റെ അത് താഴേക്ക് പോവില്ല. നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെ താഴേക്ക് പോകാതെ അത് 8 ഓമിൽ തന്നെ നിൽക്കും. ഇവിടെ 4 ഓമിൽ നിന്ന പോലെ തന്നെ അത് 8 ഓമിൽ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രൈവേഴ്സ് പാരലായിട്ട് ഡയറക്റ്റ് കൊടുക്കുമ്പോഴും നമ്മൾ ക്രോസ് ഓവറിൽ കൂടെ കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഇംപീഡൻസിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇത് ഇത്തിരി ലോങ്ങും ടെക്നിക്കലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇംപീഡൻസിൻ്റെ വ്യത്യാസങ്ങൾ പാരലായിട്ട് കൊടുക്കുമ്പോഴും ക്രോസ് ഓവറിൽ കൂടെ കൊടുക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ടെക്നിക്കലായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളെന്ന്. ഞാനതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് വീണ്ടും വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.